അല്ലെങ്കിൽ ഒരു ബി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 എ പോയി, അല്ലെങ്കിൽ 2 ബി ആണ് പകരം വന്നത് എങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള അവന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളായിട്ട് താരതമ്യം ചെയ്യും. അത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന വേദന നിസ്സാര കാര്യമല്ല. ഓരോരുത്തർക്കും ഓരോ തലത്തിലുള്ള ബുദ്ധിയും കഴിവും ഉണ്ടാവും. ചിലർക്ക് അവരുടെ IQ, ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് IQ ഉള്ള ആളുകൾ ഉണ്ടാവാം, മാത്തമാറ്റിക്കൽ IQ ഉള്ള ആളുകൾ ഉണ്ടാവാം, പല തരത്തിലുള്ള IQ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവന് കണക്കിൽ A+ ആയിരിക്കും, പക്ഷെ അവന് ഭാഷയിൽ ചിലപ്പോ B ആയിരിക്കും അല്ലെങ്കിൽ B+ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. മറ്റു ചില ആളുകൾക്ക് ഭാഷയിൽ A+ കിട്ടിയിട്ടുണ്ടാവും, കണക്കിൽ ചിലപ്പോ B-യോ C-യോ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതോടുകൂടെ നമ്മുടെ കുട്ടികൾ വല്ലാത്ത സംഘർഷാവസ്ഥയിലേക്ക് പോകും. അവർക്ക് പഠിക്കാനും അവർക്ക് വളരാനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള പരമാവധിയുള്ള സാഹചര്യങ്ങളും പിന്തുണകളും നൽകുക, പ്രാർത്ഥിക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അവരെ വല്ലാത്ത സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോയി മാനസികമായ ഒരു വല്ലാത്ത പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകരുത്. സ്കൂളിലേക്ക് വിടാനും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഭയങ്കര ആവേശമാണ്, താല്പര്യമാണ്. അതിന്റെ ഫീസ് കൊടുക്കാനും അതിന് നേരത്തെ എത്താനും അതിന്റെ പാരന്റിങ് മീറ്റിങ്ങിനൊക്കെ പോകാൻ നമുക്ക് സമയമുണ്ട്, നേരമുണ്ട്. പക്ഷെ മദ്രസന്റെ ഒരു പാരന്റിങ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മളൊന്ന് എന്നിട്ട് നമ്മൾ വൈഫിനോട് പറയും, നീ വയ്ക്കും, ഞാനില്ല. ഫീസിന്റെ കാര്യത്തിലാകും